നമ്മൾ ഞാറ്റുവേല കൃഷി ആണ് ചെയ്യുന്നത്. അതായത് ഞാറ്റുവേലയിൽ എന്ത് നട്ടാലും അത് പിടിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത്. നമ്മുടെ പൂർവികർ കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം ജൂൺ 22 മുതൽ ജൂലൈ 5 വരെയാണ് ഞാറ്റുവേല വരുന്നത്. ഞാറ്റുവേലയെക്കുറിച്ച് പറയുന്ന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കൃഷി ചെയ്യുവാണെങ്കിലും അത് അതിൻ്റെ കാലവും സമയവും നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാറ്റുവേലയെക്കുറിച്ച് പറയുന്ന ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വിരൽ കുത്തിയാൽ പോലും പിടിക്കുമെന്ന് പറയുന്നത്. പണ്ട് എന്താണ് വാസ്കോഡ ഗാമ നമ്മുടെ ഇവിടുന്ന് കുരുമുളക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലത്ത് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുരുമുളകിനോടൊപ്പം നമ്മുടെ കുരുമുളക് വള്ളിയും കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അത് ആൾക്കാർ സാമൂതിരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സാമൂതിരി എന്ന് പറഞ്ഞൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അതുപോലെ അത്രയ്ക്ക് ശക്തിയുള്ള ടൈമാണ് ഈ ഞാറ്റുവേല. ഈ ഞാറ്റുവേലയിലാണ് നമ്മൾ എന്തും പുതുതായിട്ട് കൃഷികൾ ചെയ്യുന്നത്. കുരുമുളക്, കൂർക്ക, അതുപോലെയുള്ള നടുവേലകളെല്ലാം ചെയ്യുന്നത് ഞാറ്റുവേലയിലേക്കാണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിൽ ആർക്കും തന്നെ പുതിയ തലമുറയിൽ ആർക്കും തന്നെ ഈ ഞാറ്റുവേലയെക്കുറിച്ച് അറിയത്തില്ല. എങ്കിലും ഞാറ്റുവേലയൊക്കെ നോക്കി ചെയ്താൽ അതിൻ്റെതായ ഫലം കിട്ടും. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഞാറ്റുവേലയ്ക്ക് കുരുമുളക് നടുന്നു, കോവൽ നടുന്നു, അതുപോലെ കൂർക്ക, അതുപോലെയുള്ള നമ്മൾ കുറച്ച് ദിവസമായി ഞാറ്റുവേലേൻ്റെ പണി തുടങ്ങി. ഇത് നമ്മൾ കുറ്റിക്കുരുമുളകിന് വേണ്ടി തയ്യാറാക്കിയതാണ്. കൊടീൻ്റെ മണ്ടയിൽ നിന്ന് മുറിച്ച് ഇതാക്കിയതാണ്. ഇല്ല പറയാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ കൂട്ടിയ മിശ്രിതമാണ്. ഇതിലാണ് നമ്മൾ നടുന്നത്. അങ്ങനെ നടിക്കാം. നമുക്കത് കോവില കൂട്ടിനകത്താണ്. അങ്ങോട്ടേക്ക് എടുത്തോട്ട് അങ്ങോട്ടേക്ക് മാറ്റി. ഒരു മുട്ട ഇറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വരുന്നില്ലേ, ഇത് ഇങ്ങനെ പിടിക്കുക. ഇത് എന്നിട്ട് ചിത്ര മണ്ണടി പോയാൽ മതി കേട്ടോ. ഇതില്ല ബാക്കി നമ്മൾ വേറെ ഡ്യൂട്ടി നടത്തണം കേട്ടോ. ഇത് പന്നീർ മണ്ണിൻ്റെ പൊടിയാണ്, കുരുമുളക് പൊടിയാണ്. നമുക്ക് കൂർക്കാടാൻ പോകണ്ടേ? നമ്മൾ 2 ദിവസമായി ഏരിയ എടുത്തിട്ടേക്കൊന്നും ഏരിയ എടുത്തിട്ട് വഴുതന നട്ടിട്ടുണ്ട്. അത് അവിടെ ചീനി നട്ടിട്ടുണ്ട്.
അതിൻ്റെ ഇടവഴിയാണ് നമ്മൾ കൂർക്ക നടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞാറ്റുവേലയ്ക്ക് കൂർക്ക നട്ടിട്ട് ഭയങ്കര വിളവായിരുന്നു. അത് കൂർക്ക പറിക്കുമ്പോഴത്തേക്ക് നമുക്ക് വഴി നടാൻ ഇതാക്കി തരാം. ചാണകപ്പൊടിയും കൂടി ഇട്ട് തരാം. മധുരക്കിഴങ്ങ് നടണം. നമുക്ക് മധുരക്കിഴങ്ങൊക്കെ നാളെ നടാം. നിങ്ങളും വരണം, നിങ്ങളുടെ നട്ട് പഠിക്കണ്ടേ? അപ്പോഴൊക്കെ പ്രായമായി കഴിയുമ്പോൾ പിന്നെ ആരും ഇത് നടണ്ടേ? നിങ്ങളല്ലേ. ആ ഏരിയയിൽ അവിടെ അപ്പു നടുക, ഇവിടെ ജോക്കുട്ടൻ നടുക. അല്ല, ചാണകപ്പൊടി ഇട്ട് തരാം. നല്ല ചാണകപ്പൊടിയാണ്. അതിനകത്ത് മണ്ണ് ഇങ്ങനെ വാങ്ങിച്ചു തരാം. ഇത് നമുക്ക് നാളെ നടാനുള്ള നാടൻ മഞ്ഞളാണ്. ഇതെന്താ ഇത് കരിമഞ്ഞളാണ് കേട്ടോ. ഇതെന്താ പിന്നെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി വേറെ അവിടെ നട്ടതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ കരിയിഞ്ചി ഉണ്ട്. കരിയിഞ്ചി എടുത്തിട്ട് വന്നില്ല. കരിയിഞ്ചി ഇനി നമുക്ക് നമ്മളായിട്ട് ചെണ്ടുമല്ലി കാണിച്ചു തരാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട ചെണ്ടുമല്ലിയാണ്. ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി നട്ടിരിക്കുന്ന ചെണ്ടുമല്ലികളാണ്. ഇത്ര ഏറെ ചെണ്ടുമല്ലി ചെയ്തിരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പണികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനത് ഇതാ ചെണ്ടുമല്ലി ഈ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. കാരണം ഇത് ചെണ്ടുമല്ലി ഇത്രമായി. ചെണ്ടുമല്ലി ഒരു ഡീയും കൂടെ പൊങ്ങിക്കഴിയുമ്പം നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ചെണ്ടുമല്ലി പ്രൂൺ ചെയ്ത് കൊടുത്ത് മാത്രമേ ശിഖരങ്ങൾ പൊട്ടി നല്ല ഇതായിട്ട് ഇതാവുള്ളൂ. അതായത് ഇത്ര അകലത്തിലാണ് നമ്മൾ നട്ടേക്കുന്നത്. അന്നേരം ഇത് തമാമിൽ കോർത്ത് കിട്ടുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ശിഖരങ്ങൾ പൊട്ടിച്ചെടുക്കുന്നത്. അന്നേരം പുതിയൊരു വീഡിയോയിൽ ചെണ്ടുമല്ലി പ്രൂൺ ചെയ്യുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായത് ചെണ്ടുമല്ലി പ്രൂൺ ചെയ്യുന്ന ഭാഗമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പം പുതിയ കൃഷി അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാത്ത വീഡിയോ കാണാം.